ഇത്രയും മാർക്ക് മോശമായ സ്ഥിതിക്ക് ഞാനൊരു പേഴ്സണൽ ട്യൂഷൻ ആണ് ഞാനിനി ഓപ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഞാൻ അവളെ ഒരു ഭാവി ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ അവളെ മനസ്സിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു എൻട്രൻസ് കോച്ചിങ്ങിലേക്കൊക്കെ പോകുമ്പം അതിനനുസരിച്ച് ഒരു കാപ്പബിലിറ്റി അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. അത് അവളുടെ ഫോൾട്ട് തന്നെയാണ്, അത് ഞാൻ അവളോട് പറഞ്ഞു. അപ്പം അവളത് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലേ അവളെ ഡോക്ടർ ഗംഗയാക്കാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. ഡോക്ടർ ഗംഗയാക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മൈൻഡും കൂടി ശരിയാവണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ തന്നെയാണ്, എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആണ്. അപ്പൊ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ ഒരു ഇതില്ല. അവൾക്ക് ഇഷ്ടമാണ്, കാരണം ചെറുപ്പം മുതലേ അവൾക്ക് കളിക്കാനായാലും നമ്മൾ സ്റ്റെതസ്കോപ്പും അങ്ങനത്തെ ടോയ്സ് ഒക്കെയാണ്, അവൾക്ക് അതാണ് ഇഷ്ടം. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഗംഗയ്ക്കല്ല ക്ലാസ് വേണ്ടത്, താങ്കൾക്കാണ്. ഡോക്ടർ ഗംഗയാക്കാം. പക്ഷെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്ന അവളുടെ ഒപ്പം നിന്നിട്ട് മാത്രമേ നമുക്ക് ഡോക്ടർ ഗംഗയാക്കാൻ പറ്റുള്ളൂ. അവൾക്കൊരു കളിക്കാനുള്ള സമയം കൊടുക്കണം, അവൾക്ക് ഉറങ്ങാൻ സമയം കൊടുക്കണം. ഇല്ലെങ്കിൽ ഡോക്ടർ ഗംഗയാവില്ല. എല്ലാ ഡോക്ടറിനെ കാണാൻ പോവേണ്ടി വരും എന്നൊന്ന് മനസ്സിലാക്കിയാൽ ഗംഗയുടെ അമ്മ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഞാനൊരു കൗൺസിലിംഗ് തരട്ടെ.